ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് വീണ്ടും ഒരു വനീല സ്പഞ്ച് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വനീല സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വനീല പൗഡർ, 1 കപ്പ് മിൽക്ക്, ഒരല്പം ഉപ്പ്. ഇത്രയാണ് നമുക്ക് വനീല സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. കണ്ടല്ലോ, നമുക്കിതൊന്ന് മൈദ ഒന്ന് അരിച്ചെടുക്കാം. മൈദ ഞാൻ ഇതിലോട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരിപ്പയിലോട്ട് ഇട്ട് ഇനി നമുക്ക് അതിലോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വനില പൗഡർ എല്ലാം കൂടെ അതിലോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്ത് കിട്ടിയാലും അരിച്ചെടുക്കാവും. കേക്കിനൊക്കെ ചില സമയത്ത് ഞാൻ കുക്കീസിനൊക്കെ ആണെങ്കിൽ ഞാൻ അരിക്കില്ല, കേക്കിനൊക്കെ ആണെങ്കിൽ ഞാൻ അരിച്ചെടുക്കുള്ളൂ. കണ്ട, അരിച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു മെഷീനിലാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 6 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ട ഞാൻ 6 എടുത്ത് മുട്ട നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, മുട്ട ആദ്യം പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് മെഷീനിലോട്ട് ഒഴിക്കാം. കണ്ടല്ലോ, മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെഷീനിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ട, മുട്ട മെഷീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ലാ. ഇനി നമുക്കുള്ള പഞ്ചസാരയും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിസ്മില്ലാ. മെഷീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ച് സ്ലോ സ്പീഡിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ബീറ്റ് സ്പീഡിൽ കൊടുക്കാം കേട്ടോ. നമുക്കുള്ള മുട്ട എന്താ നല്ല ക്രീമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ലോ ആക്കി കാണിച്ചു തരാം. കണ്ടല്ലോ, മുട്ട നല്ല അടിപൊളി ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കുള്ള പാലും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് കുറച്ചൊഴിച്ചാൽ മതി, പിന്നീട് ബാക്കിയുള്ളത് പിന്നെ ഒഴിക്കാം. ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും ഒഴിച്ചല്ലോ, അതൊന്ന് അടിച്ചിട്ടും കൊണ്ട് വരാം. കണ്ടോ, നമ്മളെ മുട്ടയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്രഷ് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഈ കേക്കിൻ്റെ നെറ്റുണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിസ്ക് വെച്ച് ചെയ്യാം. നമ്മൾ അരിച്ചു വെച്ച കേക്കിൻ്റെ മാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കാം. ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലോട്ട് ഒരല്പം മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പാണ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടിച്ച് വെച്ച കണ്ടല്ലോ, നമ്മൾ മെഷീനിൽ അടിച്ച ബാറ്റർ ഇതിലോട്ട് കുറച്ച് വീത്തി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വീത്തി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വീത്തി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് ടൈറ്റാണ്. നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് അതിൻ്റെ ലൂസ്. കണ്ടല്ലോ, നമ്മൾ നോക്കിയാണേ. ഇതുപോലെ അളവിൽ നിങ്ങൾ വ്യത്യാസമൊന്നും വരുത്തരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊരു ഒരു പാച്ചിലർ എടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പാച്ചിലർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സ്ഥലവും ഇളവി അറിയാൻ വേണ്ടി നമുക്കിനി ഒരു ട്രേ എടുത്തിട്ട് ഇതുപോലെ ഞാനൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം, ഈ വനില കേക്ക് സ്പോഞ്ച്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ലാ.
കണ്ടല്ലോ, ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിൽ വെക്കാവൂ. ഇത് മാവ് അടിക്കുന്ന മുമ്പ് നിങ്ങൾ ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടണം. ഓക്കെ, ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഓവൻ നിങ്ങൾ ഫ്രീ ഹീറ്റാക്കി ഇടണം. അതിന് ശേഷം ഈ കേക്ക് വെക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങളെ കേക്ക് പൊന്തൂല, ഹാർഡായി പോവും. അപ്പോൾ പിന്നെ കേക്കിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പോവാം ഓവനിലേക്ക്. കേക്ക് ഞാൻ ഓവനിൽ വെച്ച് 35 മിനിറ്റും 160 ഡിഗ്രി ചൂടാണ് ഞാൻ വെച്ചേക്കുന്നത്. ഓവൻ ഞാൻ ക്ലോസ് ആക്കിയാണ്. കണ്ടല്ലോ, ഓവൻ ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട്. 35 മിനിറ്റും 160 ഡിഗ്രി ചൂടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റെ ഓവനെന്ന് വെച്ചാൽ നല്ല ഹീറ്റുള്ള ഓവനാണ്. അതുകൊണ്ട് നിങ്ങളെ ഓവൻ കണക്കാക്കിയിട്ട് നിങ്ങൾ ചൂട് വെച്ച് കേക്ക് ഉണ്ടാക്കുക. ഓക്കെ, ഇതാ കണ്ടോക്കിക്കേ, നമ്മളുണ്ടാക്കിയ വനീല സ്പോഞ്ച് കേക്ക്. ചൂടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്തെടുത്തതാണ്. കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോക്കിക്കാണേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.